പിന്നെ വേറെ ചില ആളുകൾ ഇതിനിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, മതം മാറ്റം എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് പൊങ്ങി വന്ന് ഒരു താങ്ങിച്ചു പോകുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ഈ ചേച്ചി ഒരു ദിവസം പറഞ്ഞു, ഇവിടെ കുറെ ഉപദേശിമാരുണ്ട് പെന്തിക്കോസ്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾ ഒരു 1000 രൂപയും ഒരു കോഴിക്കാലും കാണിച്ച് തിരിച്ചങ്ങ് കൊണ്ടുപോക്കണം. ഇനിയിപ്പോ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 10 എണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം? പൊക്കോണം. ഞങ്ങൾ അതിനകത്ത് ഒരു എതിർപ്പില്ല. അതിന്റെ പേര് നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, ഒരൊറ്റ സമരത്തിന് ഇറങ്ങത്തില്ല. ഇവിടുന്ന് 4 അല്ല 10 അല്ല 50 എണ്ണത്തെ ഇതിന്റെ അകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകണം. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഈ ഗ്രൗണ്ടിൽ ശേഷിക്കും. അവരുടെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അരത്തിടുന്ന കഴുത്ത് 2 മിനിറ്റ് അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിയതല്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു നിത്യജീവനുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരി